ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക മാർക്കറ്റിൽ ടോപ്പ് റേറ്റഡ് 2 ഗാർമെൻറ്റ് സ്റ്റീമേഴ്സിൻ്റെ കമ്പാരിസൺ. ആദ്യത്തെ സ്റ്റീമറാണ് ഹാമിൽട്ടൺ ബീച്ചിൻ്റെ ഡ്യൂറത്തോൺ ഗാർമെൻറ്റ് സ്റ്റീമർ, പിന്നെ ഫിലിപ്സിൻ്റെ 5000 സീരീസിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമർ. ഇത് രണ്ടും ഇപ്പം മാർക്കറ്റിൽ ടോപ്പ് റേറ്റഡ് ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ്. സോ ആദ്യം നമ്മൾ ഇതിൻ്റെ കമ്പാരിസൺ നോക്കാം, അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. എന്നാൽ പോവാം. ഓക്കെ, ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കമ്പാരിസൺ ചാർട്ട് നോക്കാം. സോ ആദ്യത്തെ ഐറ്റമാണ് നമ്മളുടെ സോൾ പ്ലേറ്റ്. സോ ഹാമിൽട്ടൺ ബീച്ചിൻ്റെ കൂടെ നമ്മൾക്ക് പേറ്റൻറ്റഡ് ഡ്യൂറത്തോൺ കോട്ടഡ് സോൾ പ്ലേറ്റ് കിട്ടുന്നു. അതിൽ 69 സ്റ്റീം ഹോൾസ് ഉണ്ട്. ഇത് ഒരു 10 times മോർ സ്ട്രോങ്ങർ ആണ് നമ്മളുടെ റെഗുലർ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിനേക്കാൾ. പിന്നെ ഫിലിപ്സിൽ നമ്മൾക്ക് റെഗുലർ സെറാമിക് കോട്ടഡ് സോൾ പ്ലേറ്റ് കിട്ടുന്നു 7 സ്റ്റീം ഹോൾസിൻ്റെ കൂടെ. ഇവിടെ ഡ്യൂറത്തോൺ കോട്ടിങ് ഒത്തിരി സ്ട്രോങ്ങർ ആണ്, 10 times സ്ട്രോങ്ങർ ആണ് റെഗുലർ സെറാമിക് കോട്ടിങ്. സോ ഇവിടെ ഹാമിൽട്ടൺ ബീച്ചിൻ്റെ സോൾ പ്ലേറ്റ് ബെറ്റർ ആണ്. പിന്നെ നമ്മൾ പവർ നോക്കിയാൽ ഹാമിൽട്ടൺ ബീച്ചിൽ 1700 വാട്ട്സിൻ്റെ പവറാണ് അതിൻ്റെ. പിന്നെ ഫിലിപ്സിൻ്റെ 1400 വാട്ട്സിൻ്റെ പവറാണ്. ഇവിടെയും ഹാമിൽട്ടൺ ബീച്ചിൻ്റെ ബെറ്റർ ആണ്. ഇപ്പം വാറൻറ്റീനെ പറ്റി സംസാരിക്കാം. ഞാൻ ജനറലി വാറൻറ്റിയുടെ കമ്പാരിസൺ ചെയ്യാറില്ല, കാരണം എല്ലാ ഗാർമെൻറ്റ് സ്റ്റീമറിലും 2 വർഷത്തിൻ്റെ വാറൻറ്റി കിട്ടുന്നു. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഹാമിൽട്ടൺ ബീച്ചിൽ 2 വർഷത്തിൻ്റെ കിട്ടുന്നു, പ്ലസ് നമ്മളുടെ സോൾ പ്ലേറ്റിന് വേണ്ടിയിട്ട് 10 വർഷത്തിൻ്റെ വാറൻറ്റി കിട്ടുന്നു. കാരണം നമ്മളുടെ ഡ്യൂറത്തോൺ കോട്ടിങ് ഒരു 10 times സ്ട്രോങ്ങർ ആണ് റെഗുലർ കോട്ടിങ്ങിന്. സോ അത് കാരണം നമ്മൾക്ക് 10 times വാറൻറ്റിയും കിട്ടുന്നു ഇവിടെ 10 ഇയേഴ്സിൻ്റെ. സോ അത് നല്ല കാര്യമാണ്. നമ്മളുടെ ഫിലിപ്സിൻ്റെ കൂടെ റെഗുലർ 2 വർഷത്തിൻ്റെ വാറൻറ്റി കിട്ടുന്നു. ഇപ്പം സ്റ്റീം പവർ, സ്റ്റീം ഗ്രാം നോക്കിയാൽ ഹാമിൽട്ടൺ ബീച്ചിൻ്റെ 28 grams per minute സ്റ്റീം ആണ്. പിന്നെ ഫിലിപ്സിൻ്റെ 24 grams സ്റ്റീമാണ്. സോ ഹാമിൽട്ടൺ ബീച്ചിൻ്റെ പവർ കൂടുതലാണ് ഇവിടെ. ഇപ്പം വാട്ടർ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാൽ ഹാമിൽട്ടൺ ബീച്ചിൽ 300 ml നമ്മൾക്ക് വാട്ടർ ടാങ്ക് കിട്ടുന്നു. പിന്നെ ഫിലിപ്സിൽ നമ്മൾക്ക് 120 ml ഒരു വാട്ടർ ടാങ്ക്, പിന്നെ 200 ml മറ്റേ വാട്ടർ ടാങ്ക്. സോ 2 വാട്ടർ ടാങ്ക് കിട്ടുന്നു. സോ ഇവിടെയും വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ഒരു ടൈമിൽ ഡയറക്റ്റ് അയൺ ചെയ്യാനായിട്ട് ഹാമിൽട്ടൺ ബീച്ചിൻ്റെ ബെറ്റർ ആണ്. ഇപ്പം ഹീറ്റപ്പ് ടൈം, റൺ ടൈം നോക്കാം. സോ ഹീറ്റപ്പ് ടൈം ഹാമിൽട്ടൺ ബീച്ച് ഒരു 45 seconds എടുക്കും ഹീറ്റപ്പ് ആവാൻ. 45 seconds ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയണിങ് ചെയ്യാം. ഒരു 20 minutes to 27 minutes ഓടും, ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് മോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ, മീഡിയം അല്ലെങ്കിൽ ഡെലിക്കേറ്റ് മോഡാണെങ്കിൽ ടൈമിൻ്റെ ഡിഫറൻസ് വരും. പിന്നെ ഫിലിപ്സിൽ 35 seconds എടുക്കും ഹീറ്റപ്പ് ആവാനായിട്ട്, പിന്നെ 10 to 15 minutes ഇത് ഓടും. സോ ഫിലിപ്സിൻ്റെ ഹീറ്റപ്പ് ടൈം കുറവാണ്, 10 seconds ഫാസ്റ്റർ നമ്മളുടെ ഫിലിപ്സ് ആണ്. പക്ഷേ അതിൻ്റെ കാരണം ഫിലിപ്സിൻ്റെ പ്ലേറ്റ് അത്ര ചെറുതാണ്, ഹാമിൽട്ടൺ ബീച്ചിൻ്റെ ഡബിൾ സൈസാണ്. സോ വലിയ സാധനത്തിനെ ഹീറ്റപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. എന്നാൽ അതായിരുന്നു നമ്മളുടെ കമ്പാരിസൺ. ഇപ്പം മേജർ ഡിഫറൻസസിനെ പറ്റി സംസാരിക്കാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ സ്റ്റീം പ്ലേറ്റിൻ്റെ കൂടെ. സോ ഹാമിൽട്ടൺ ബീച്ചിൽ നമ്മൾക്ക് ഈ വലിയ ഡ്യൂറത്തോൺ കോട്ടഡ് സ്റ്റീം പ്ലേറ്റ് കിട്ടുന്നു. സോ ബേസിക്കലി ഡ്യൂറത്തോൺ കോട്ടിങ് ഏറ്റവും ബെസ്റ്റ് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്. ഇത് 10 times സ്ട്രോങ്ങർ ആണ് നമ്മളുടെ റെഗുലർ സെറാമിക് കോട്ടിങ്ങിനകത്ത്. സോ ഇതിൽ നമ്മൾക്ക് 69 ഹോൾസ് കിട്ടുന്നു. ഈ എല്ലാ 69 ഹോൾസിനകത്തുനിന്ന് സ്റ്റീം വരുന്നു. സോ അത് കാരണം തുണിയിൽ ചുമ്മാ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം ഈ ഫുൾ പ്ലേറ്റ് ആ ടച്ച് ചെയ്ത സ്ഥലത്ത് അയൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫിലിപ്സിൽ നോക്കിയാൽ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റീം. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ചെയ്യേണ്ടി വരും. ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഇത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എല്ലാ അയണിങ് ചെയ്യും. പ്ലസ് വെള്ളം ഇല്ലാതെയും നിങ്ങൾക്ക് ഇത് നോർമൽ അയൺ ബോക്സിനെ പോലെ യൂസ് ചെയ്യാം. സോ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു റെഗുലർ അയൺ ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് ഗാർമെൻറ്റ് സ്റ്റീമർ എക്സ്പീരിയൻസ് ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് റെഗുലർ അയൺ വിടണ്ട, എന്നാൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഇതിൻ്റെ പ്ലേറ്റ് നല്ലപോലെ ചൂടാവും, നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്പ് അയണിങ് ചെയ്യാം. സോ അതെനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു. ഫിലിപ്സ് നോക്കിയാൽ ഫിലിപ്സിനകത്ത് നമ്മൾക്ക്
ചെറിയൊരു പ്ലേറ്റ് കിട്ടുന്നു. ഇവിടെ 7 ഹോൾസ് ഉണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതിനെ അയൺ ചെയ്യാനായിട്ട് ഈ സ്ഥലം തുണിയിൽ എവിടെ ടച്ച് ചെയ്യുന്നു അവിടെയാണ് ബേസിക്കലി ഇത് അയൺ ചെയ്യുന്നത്. ഈ ഹീറ്റിംഗ് പ്ലേറ്റ് അത്ര ഹീറ്റ് ആവില്ല. സോ ഞാനിങ്ങനെ അയൺ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി വശം ഇങ്ങനെ അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ ചെയ്ത് അയണിങ് ചെയ്യേണ്ടി വരും. സോ ആ പ്രോബ്ലം എനിക്ക് ഹാമിൽട്ടൺ ബീച്ചിലില്ല. സോ സോൾ പ്ലേറ്റ് ബെസ്റ്റ് ആണ് ഹാമിൽട്ടൺ ബീച്ചിൻ്റെ. ഓക്കെ, ഇപ്പം ഹീറ്റിംഗ് മോഡിനെ പറ്റി സംസാരിക്കാം. സോ ഹാമിൽട്ടൺ ബീച്ചിൻ്റെ കൂടെ നമ്മൾക്കൊരു സ്മാർട്ട് LED പാനൽ കിട്ടുന്നു. ഇവിടെ നമ്മൾക്കൊരു 1 ടച്ച് ഡിജിറ്റൽ മോഡ്സ് കിട്ടുന്നു. സോ ഇവിടെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഹൈയിൽ പോവും, പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മീഡിയമിൽ പോവും, പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഡെലിക്കേറ്റിൽ പോവും, പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഓഫ് ആവും. സോ ഇത് 1 ടച്ച് മോഡാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു 45 സെക്കൻഡ്സ് എടുക്കും റെഡി ആവാനായിട്ട്. റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചുമ്മാ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഇതിൻ്റെ സ്റ്റീമിങ് ഓൺ ആവും, പിന്നെ നിങ്ങൾക്ക് ഈസിലി അയൺ ചെയ്യാം. സോ അയണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇത് സ്റ്റീമിങ് ഓഫായി പോകും. സോ ഇത് എനിക്ക് ചുമ്മാ ഇങ്ങനെ ബട്ടൺ പിടിച്ച് വെച്ചിട്ട് അയണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ ഇവിടെ പ്രോബ്ലം. ഇവിടെ ബേസിക്കലി ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഉണ്ട്. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് 35 സെക്കൻഡ്സിൽ ഇത് റെഡി ആവും. പിന്നെ മോഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഇവിടുന്ന്. ഇത് പ്രസ് ചെയ്താൽ ഈക്കോ മോഡ്, പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മാക്സ് മോഡിൽ പോകും. സോ ഇപ്പം അയണിങ് ചെയ്യുമ്പം എനിക്ക് ഇത്ര ചെറിയ പ്ലേറ്റ് കിട്ടുന്നു. പിന്നെ ഇത് അയൺ ചെയ്യുമ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിതൗട്ട് വാട്ടറും അയൺ ചെയ്യാം, പ്ലേറ്റും ചൂടാവും. പക്ഷേ ഈ പ്ലേറ്റ് അത്ര ചൂടാവില്ല. പിന്നെ നിങ്ങൾക്ക് അയണിങ് അത്ര നല്ലപോലെ ഇത് ഡ്രൈ അയണിങ് അത്ര നല്ലപോലെ ചെയ്യില്ല. പക്ഷേ പ്രോബ്ലം എനിക്ക് ഈ ബട്ടൻ്റെയാണ്. ഈ അയൺ ബോക്സ് നിങ്ങൾക്ക്, ഈ ഗാർമെൻറ്റ് സ്റ്റീമർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണം. പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് സ്റ്റീം തരില്ല. സോ പ്രസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് എല്ലാ സമയം ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഈ സ്ഥലം, ഈ പാർട്ട് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. സോ ഒത്തിരി ഇങ്ങനെ അയൺ ചെയ്യുമ്പം എൻ്റെ കൈയിൻ്റെ ആംഗിൾ തന്നെ ഒരു വിയേർഡ് ആംഗിളാണ്. സോ കയ്യിൽ വേദന വരാൻ തുടങ്ങും. സോ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് ഓൺ ആയാൽ എനിക്ക് എന്നാലും കുറച്ച് ഇവിടെ പിടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗിൾ ചേഞ്ച് ചെയ്യാമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹാമിൽട്ടൺ ബീച്ചിൽ ഇത് നല്ലൊരു അയൺ ബോക്സിൻ്റെ തന്നെ ഡിസൈനാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് പിടിച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്യാം. സോ ഹീറ്റിംഗ് മോഡ് പിന്നെ ഡിസൈൻ എനിക്ക് ഹാമിൽട്ടൺ ബീച്ചിനെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം എക്സ്ട്രാസിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ എക്സ്ട്രാ കിട്ടുന്നത് ഇവിടെ ഈ ഗാർമെൻറ്റ് സ്റ്റീമേഴ്സിൻ്റെ കൂടെ? ഹാമിൽട്ടൺ ബീച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫാബ്രിക് ഗാർഡ് കവർ കിട്ടുന്നു. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെലിക്കേറ്റ് തുണികൾക്കൊക്കെ അയൺ ചെയ്യാം. സ്പെഷ്യലി റബ്ബർ പ്രിൻറ്റ്, പിന്നെ എംബ്രോയിഡറി, പിന്നെ മസ്ലിൻ, ജോർജറ്റ്, സിൽക്ക്, അങ്ങനത്തെ ഒക്കെ ഷിഫോൺ, അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ നിങ്ങൾ അയൺ ചെയ്യുവാണെങ്കിൽ ഈ ഗാർഡ് നിങ്ങൾക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് ഈസിലി നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാം. സോ ഇത് ഈവൻലി 69 ഹോൾസിന് സ്റ്റീം കൊടുക്കുന്നു. സോ ഈസിലി നല്ലപോലെ എല്ലാ ഗാർമെൻറ്റിന് ഇത് അയൺ ചെയ്യും, ഒരു പ്രോബ്ലം വരില്ല. സോ ഈ അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എൻ്റെ റബ്ബർ പ്രിൻസിൽ ജനറലി ഇതൊക്കെ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഫിലിപ്സ് നോക്കാം. ഫിലിപ്സിൽ നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ കിട്ടുന്നു. ഈ ഗ്ലവ്സ് കിട്ടുന്നു. ഈ ഗ്ലവ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അയൺ ചെയ്യുമ്പം സ്റ്റീം കയ്യിലിടിച്ചാൽ നിങ്ങൾക്ക് പൊള്ളുവില്ല. സോ ഇതിൻ്റെ കൂടെ അത് നീഡഡ് ആണ്. കാരണം ഒത്തിരി സ്റ്റീം ഇവിടെ 7 ഹോൾസിൽ നിന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഇത് സ്റ്റീം കൊടുക്കുവാണ്. സോ അങ്ങനെ സ്റ്റീം വരുമ്പം നിങ്ങളിങ്ങനെ ഷർട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്യുമ്പം ആ സ്റ്റീം പോയിട്ട് കയ്യിൽ പിടിക്കും, പിന്നെ നിങ്ങൾക്ക് കൈ പൊള്ളുന്ന സാധ്യതയുണ്ട്. സോ അത് കാരണം ഇത് നീഡഡ് ആണ് ഫിലിപ്സിൻ്റെ കൂടെ. പിന്നെ നിങ്ങൾക്കൊരു ഈ മാറ്റ് കിട്ടുന്നു. ഈ മാറ്റ് നിങ്ങൾക്ക് ഒരു ടേബിളിൻ്റെ മേളിൽ വെക്കാം, പിന്നെ ഇതിൻ്റെ മേളിൽ അയണിങ് ചെയ്യാം. ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് ലെയർ ഉണ്ട്. സോ ഇത് വെള്ളത്തിനെ നിങ്ങളുടെ ടേബിളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സർഫേസിൽ വെച്ചാൽ അവിടെ പോകാൻ സമ്മതിക്കില്ല. സോ അതൊരു നല്ല ഓപ്ഷനാണ്. സോ ഈ 2 കാര്യം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നു ഫിലിപ്സിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമറുടെ കൂടെ. സോ അതായിരുന്നു നമ്മളുടെ കമ്പാരിസൺ. ഇപ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലായി ഏതാണ് ബെറ്റർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. അത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.